ഞാൻ വിലാസം ടീച്ചറിന്റെ ഒരു പ്രായമാകുമ്പോൾ എനിക്ക് ഇതുപോലെ ആക്റ്റീവായിട്ട് ഡാൻസ് വലിയ താല്പര്യമുണ്ട്. ഭരതനാട്യത്തിൽ 6 പതിറ്റാണ്ടിലധികം നീണ്ട അധ്യാപന പരിചയം. തൻ്റെ 84-ാം വയസ്സിലും നൃത്തത്തിന്റെ യുവത്വം. ഇവിടെ കൊച്ചിയുടെ നഗരഹൃദയ ഭാഗത്ത് നൃത്തത്തിനായി ജീവിതം മാറ്റിവെച്ച നൃത്തത്തിലൂടെ ജീവിക്കുന്ന ഒരാളുണ്ട്, കലാക്ഷേത്ര വിലാസിനി ടീച്ചർ. ടീച്ചർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം, എല്ലാം ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ. ഇനിയും പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മൾ ഒരു കലയ്ക്കും എന്തില്ല, പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാനുള്ള ഒരു കലയില്ല. അതിങ്ങനെ നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കാം. ഭ്രമരം, ഹംസാസ്യം, ഹംസപക്ഷം. അമ്മ കൊച്ചിലെ അമ്മയുടെ അച്ഛൻ തമിഴ്നാട്ടിലായിരുന്നു ജോലി. അപ്പം അവിടെ തമിഴ്നാട്ടിലെ പല ടീച്ചർമാരുടെ സാറുമാരുടെ ഭരതനാട്യം പഠിച്ചു. അത് കഴിഞ്ഞ് അവിടെ അരങ്ങേറ്റമൊക്കെ ചെയ്തു. 9 വയസ്സിൽ പഠിച്ച് 2 കൊല്ലം പഠിച്ചു. 11 വയസ്സിൽ 13 വയസ്സിൽ അരങ്ങേറി. ഇപ്പോൾ 84 വയസ്സിലും നൃത്തം പഠനം തുടരുകയാണ്. കയ്യും കാലും എനിക്ക് നിൽക്കുന്നവരെ അതിന് വരെ നാട്യം തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ശൃംഗാരം, ഹാസ്യം, കരുണ, രൗദ്രം. എൻ്റെ ജന്മസ്ഥലം ട്രിവാൻഡ്രം. അങ്ങനെയാണ് ഞാൻ അവിടെ വിമൻസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഡാൻസ് കളിച്ച് ഞാൻ അവിടെ കുറച്ച് പോപ്പുലറായത്. ഇത് പേപ്പറിൽ കണ്ടു, ഇങ്ങനെ ഒരാളെ ഡാൻസിനുള്ള സെലക്ട് ചെയ്ത് കലാക്ഷേത്രം വിടുന്നു. കലാക്ഷേത്രം വിട്ട് തൃപ്പൂണിത്തുറ RLVയിൽ മ്യൂസിക് ടീച്ചറായിട്ട് ഡാൻസ് ടീച്ചറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. മുഴുമണ്ഡലത്തിലുള്ള അടമേതാ? അറിയാമോ? ഈ കേരള സർക്കാരിൻ്റെ സ്കോളർഷിപ്പോട് കൂടിയും പിന്നെ RLV കോളേജിൻ്റെ, അതായത് വിത്ത് സാലറി എന്നുള്ള നിലയ്ക്ക്, അങ്ങനെ രണ്ടും കൂടെ കിട്ടി. കേരളത്തിൽ ആദ്യമായിട്ട് കലാക്ഷേത്രയിൽ പോയി പഠിച്ച ആളാണ് അമ്മ. 72 വർഷമായിട്ട് ഭരതനാട്യം ആ ചിട്ടയായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു അമ്മ ഇപ്പോഴും. 37 വർഷം RLV കോളേജിൽ ഭരതനാട്യം ഹെഡായിട്ട് ഇരുന്നിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞാൻ പറയും 2 കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടിയ അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ മുട്ടിക്കരുത് കേട്ടോ. വിഷമ ജീവിതം ആയില്ലല്ലോ. ചിലരോ 80 വയസ്സെങ്കിലും ഇനി നിർത്താം എന്നുള്ള ആ മെൻറ്റാലിറ്റി പാടില്ല. ഈ ആഗസ്റ്റ് 85 വയസ്സാവും. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അസുഖം വയ്യായ്മയും തോന്നില്ല. മനം കൊണ്ട് ഇനിയും നമുക്ക് പ്രായമായിട്ടുള്ള തോന്നലുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തലയ്ക്ക് കിട്ടുന്നില്ല. അതാ വീര്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം.